ഹലോ, ഇപ്പൊ എന്തായാലും നമ്മള് മലേഷ്യൻ ട്രിപ്പ് വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയും ദിവസം മലേഷ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് തുള്ളിച്ചാട്ട് സന്തോഷമായിരുന്നു. നിങ്ങൾക്കായിരിക്കും അങ്ങനത്തെ ഫീൽ ഉണ്ടാവും. കുറെ ദിവസം നമ്മൾ ട്രിപ്പ് പോകാന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ഹാപ്പിനെസ് എല്ലാം എടുത്തെടുത്ത് ലാസ്റ്റ് ട്രിപ്പിന്റെ സമയമാകുമ്പോഴേക്ക് എന്തോ ഒരു കാലിയായ ഫീലിംഗ്. എനിക്കറിയില്ല, ഇനി ആടെ എത്തിയിട്ട് മലേഷ്യയിൽ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമ്മളിത് മൊത്തം മലേഷ്യൻ ട്രിപ്പ് മൊത്തം വ്ളോഗ് എടുക്കാൻ പോയിരുന്നു. അപ്പൊ ഇതൊരു വലിയ വ്ളോഗിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും. എനിവേസ് എൻജോയ്. അപ്പം ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. എന്താടാ പട്ടോടെ വന്നതാ? മമ്മൂന്റെ പുതിയ ലുക്കിനെ കുറിച്ച് അല്ലല്ല ചാറ്റ് പറയട്ടെ. 2 വാക്ക്. ആരുടെ വീഡിയോ? ഇവന്റെ വീഡിയോ? ഇവന്റെ എന്ത് വീഡിയോ? നിങ്ങള് ഇതില് പോയത്, ഫ്ലൈറ്റിൽ പോയത് കണ്ടുള്ളൂ. എന്താ അഭിപ്രായം? 2 വാക്ക്. നല്ലതാണ്, ഞാൻ കാണാറുണ്ട്. അലമ്പുണ്ടാക്കിയതാ ഈ വൻപ് ഭയങ്കര അലമ്പ്. അതിലെഴുതിയേക്കുന്നത് ഞാൻ വായിച്ച ആരോ കമന്റ് എന്താ മതിയാ? ഭയങ്കര അലമ്പായിരുന്നു പറഞ്ഞു. മമ്മൂന് എന്താ പറയാനുള്ള 2 വാക്ക്? എനക്കൊന്നും പറയാനില്ല. എന്താ പറയുന്നത്, നന്നായി കാണിക്കാനല്ലേ ഇവൻ മുടിയെല്ലാം ഇങ്ങനെ വാരിയത്. എങ്ങനെയുണ്ടാ മുടി? എങ്ങനെ? പക്ഷെ ഇടയ്ക്ക് അത്ര കുഴപ്പമുള്ളൂ. അതെനിക്ക് അറിയില്ല. ബ്ലാക്ക് ടീ എന്ന് പറയേണ്ടത് കട്ടൻ ചായ എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ചായ, കാപ്പി, ഇഡ്ഡലി, വട, ദോശ. ഓക്കെ, അപ്പൊ എനിവേസ് ഗൈസ്, അപ്പൊ നമ്മള് എന്തായാലും ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും വലിയൊരു ട്രിപ്പിന്റെ തുടക്കം ആവട്ടെ ഇത്. നമുക്ക് പ്രാർത്ഥിക്കാം. കോലാലംപൂർ എന്താണ് സ്ഥലല്ലേ, രാജ്യല്ലേ? അതെല്ലാം പഠിച്ച് പിന്നെ അതെല്ലാം അറിയാം. 2 ദിവസം മുമ്പ് ഞാൻ പഠിച്ചു. റാംബോ എന്ത് ചെയ്യുന്നു? റാംബോ പൈസ എന്ത് പൈസ? തിന്നാൻ പൈസ വേണ്ടേ? തിന്നാൻ എന്തിനാ ഇത്രയും പാട് പൈസ? ഇതെന്താന്ന് കെട്ടുണ്ടല്ലോ. ഇത് എത്ര കിട്ടും? എത്ര കിട്ടും? ഒരു കെട്ട് നമ്മൾ കൊടുത്താൽ കിട്ടുന്നത് ഇത്രേ ഉള്ളൂ. ഇത്ര കിട്ടും? ഇത്ര കൊടുത്താൽ ഇത്ര കിട്ടും. ഇപ്പൊ നമ്മൾ കൊടുത്ത ഒരു കെട്ട് കിട്ടുന്നത് ഇത്രയും. ഫുഡ് കഴിക്കാനും ഇതിനെല്ലാം ആയിട്ട് ഇവിടെ നമുക്ക് എന്താ പറയാ, ഫുഡ് എക്സ്പെൻസിന് എന്തോ പറയാലോ, ആ സംഭവം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ഫുഡ് കഴിക്കാനുള്ള പൈസ ആക്കി വെക്കണം. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി നോക്കാം. മുമ്മൂന്റെ ഉപ്പാനെ പോലില്ലേ? മമ്മ മീശ വെച്ച പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ പൈസക്ക് ഒരു ആഗ്രഹം സാധിച്ചായിരുന്നു. എന്താ? എന്നെ മസാജ് സെന്ററിൽ കൊണ്ടുപോകും. എനിക്കറിയാം, നീ അതാ പറയാൻ പോകുന്ന അല്ലേ മമ്മു? നമുക്കൊന്ന് മസാജ് സെന്ററിൽ പോണ്ടേ? മസാജ് സെന്ററിൽ പോകുന്നതിൽ എന്താ ആറാമുള്ളത്? അല്ലേ? പോയിട്ട് നെയ് തേക്കുന്നു. ഓയിൽ മസാജിനാ നീ നെയ്ന്ന് ഉദ്ദേശിച്ചത്? നെയ് തേക്കുന്നു, നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മൾ വരുന്നു. എത്രയല്ലേ ഉള്ളൂ, അതിലെന്താ ഹറാമ്? അതാ ഞാൻ പറഞ്ഞു. മസാജ് സെന്ററിൽ എന്തായാലും നമ്മളെല്ലാരും ആയുർവേദമല്ല, ആയുർവേദം പോലെ തന്നെ ഇതെന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. മസാജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നത്. ഞാൻ കാര്യം പറയട്ടെ, ഈ മലേഷ്യ പോവാന്ന് ആലോചിച്ചായിരുന്നു തന്നെ എന്റെ മനസ്സിലാകെ ഒറ്റ ആഗ്രഹം ഉണ്ടായുള്ളൂ, മസാജ് ചെയ്യണം. അത് മാത്രമേ എന്റെ വേറെന്താ ഈ മലേഷ്യയിലുള്ള ഉള്ളത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണ്. 40 മിനിറ്റ് ഫ്ലൈറ്റ് ഡിലേ. മലേഷ്യ പോയിട്ട് വേണം ഒന്ന് മസാജ് ചെയ്യാൻ. നമ്മളെന്തായാലും പോവേനി മസാജ് സെന്ററിൽ പോകുന്നുണ്ടോ? പിന്നെ എന്തായാലും പോകണം. നിങ്ങൾ വന്നോ വന്നിട്ട് നിനക്കല്ല നമുക്ക്. ഓക്കെ, അപ്പം ഫ്ലൈറ്റ് എന്തായാലും 40 മിനിറ്റ് ഡിലേ ആണ്. എനിക്ക് തോന്നുന്നു ജാസിന് തീരെ ക്യാമറ കിട്ടുന്നില്ലല്ലോ. ജാസി ക്യാമറ നമുക്ക് എന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കും. ഫ്ലൈറ്റിൽ 4 മണിക്കൂർ വേണം. പിന്നെ ആടെ ഇറങ്ങി ചെക്കിംഗ് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. നിന്റെ ക്യാമറ കാണുന്നില്ലല്ലോ പറഞ്ഞുള്ളൂ. നീ മെയിനാന്ന് നോക്കിയത് എന്റെ ഇടയിൽ ഇങ്ങനെ പറയാൻ കിട്ടും. അവർക്ക് പ്രൊമോഷൻ രാജാവ്. എടാ, ഒന്ന് ഡയറ്റ് നോക്കണം കേട്ടോ എല്ലാവരും. ഞാൻ കാര്യം മമ്മ പ്രത്യേകിച്ച് വെജിറ്റബിൾ വന്നിട്ട് നാറി, ചിക്കനിൽ വന്നിട്ട് നാറിയിട്ടുള്ള പേയ്മെന്റ് ലിമിറ്റ് അടിച്ച്. ചേട്ടാ അവിടെ ഇരുന്നോട്ടെ, സ്ഥലം കെട്ടിയിട്ടുണ്ട്. നടക്കട്ടെ. അപ്പം എനിവേസ് ഫ്ലൈറ്റ് ഡിലേയോട്. ഹായ്, എന്തുവാ അങ്ങോട്ട് വന്നാ? മലേഷ്യയിലേക്കാ? നിങ്ങൾ 2 പേരോ? എടുത്തോ. വിട്ടുപിടി എന്ന് പറഞ്ഞ സൂപ്പർ എക്സ്പീരിയൻസും അതിന്റെ ഉപജ്ഞാതാവാന്നടാ നിയാദ് മാത്യു. നിനക്കൊരു ഫ്ലോപ്പ് സോങ് പോലും ഇല്ലല്ലോടാ. ഞാൻ പാട്ട് ഇറക്കുന്നുണ്ടല്ലോ. ഏത് പയമ്പൊരി പാട്ടിന്റെ പേരാ? ഒരു 2 പേര് പാടിയ തിന്നോ പയമ്പൊരി തിന്നോ, കടിച്ചു പറിച്ച് തിന്നോ ചൂടുള്ള പയമ്പൊരി, തിന്നോ പയമ്പൊരി തിന്നോ, കടിച്ചു പിടിച്ച് തിന്നോ ചൂടുള്ള പയമ്പൊരി. ഇനി അങ്ങോട്ട് വേറെ ലിറിക്സ് റാപ്പിലേക്ക് വരും. ഇതിന്റെ ഒരു റാപ്പ് പയമ്പൊരി റാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന പരിപാടി, അല്ലാണ്ട് ഇതിൽ റാപ്പ് വരെ ബന്ധമില്ല. അല്ല, ഹിപ്പ് ഹോപ്പ് സൗത്ത് കീഴടക്കാൻ പോകുന്ന ഒരു പാട്ടാണ് ഇത്. ഏത്? പയമ്പൊരിയാ? തിന്നോ പയമ്പൊരി തിന്നോ, കടിച്ചു പറിച്ച് ചൂടുള്ള പയമ്പൊരി. ഇതാണ് ഇനി ഹിപ്പ് ഹോപ്പ് കീഴടക്കാൻ വേണ്ടി പോകുന്നത്.
എൻ്റെ വേറൊരു പാട്ടുണ്ട്, ഒരു ബക്കറ്റിൻ്റെ. ഏതാ? ഞാൻ പണ്ട് എഴുതി വെച്ചതാ, നീല ബക്കറ്റിൻ്റെ. അത് വേറെ ആളെ പാട്ടല്ലടാ, നിനക്ക് നാണം ഉണ്ടാടാ. ഏത്? ആരതോ അല്ലേ ബക്കറ്റ്, നീല ബക്കറ്റ്, ആരോ പാട്ടാ? ഞാനാ പണ്ട് പാടിയത്. പണ്ട് കേട്ടിന്. എടാ ആരതോ ഒരു പാട്ടുണ്ടടാ ഈ അടുത്ത് ഞാൻ കേട്ടതാ. അത് അനാൻസ് ചെയ്ത്, പക്ഷെ അതല്ല ഇത്. ഓ അനാൻസ് അപ്പം നിന്നെ കോപ്പി അതിനെക്കാട്ടി അനാൻസ് എന്നെ കോപ്പി അടിച്ചത്. അതിന് മുമ്പേ ഞാൻ ഒരു നീല ബക്കറ്റ് എന്ന് പറഞ്ഞ നീ പാട്ടിറക്കി നിന്നെ കോപ്പി അടിച്ചു. അതെന്താന്നൊക്കെ അറിയില്ല. ഞാൻ ഈ അടുത്ത കാണുന്ന 2 ആഴ്ച മുമ്പ് ഇതാ ബക്കറ്റ്. എന്താ ബക്കറ്റ് ഉണ്ടല്ലോ, നീല ബക്കറ്റ്. അല്ല നീ പണ്ടുണ്ടാക്കിയ പാട്ടം എനിക്കറിയാം. 2018 18 ബക്കറ്റല്ല നീ പറഞ്ഞ ബസ് പോയല്ലോ, നീല ബസ് അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പൊ സോറി ബന്ധമില്ലല്ലേ. എന്റെ പുതിയ ഹിപ്പ് ഹോപ്പ് കൾച്ചറിനെ മൊത്തത്തിൽ അടിച്ചു വരാൻ വേണ്ടിട്ട് ഒരു പാട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ബസ്സുമായിട്ട് ബന്ധമുള്ള അതായത് ഇത് വരുന്ന ഇതിന്റെ കഥാതന്തു എന്ന് പറഞ്ഞാല് ബസ് സ്റ്റോപ്പില് ഒരു കുട്ടി ബസ് കാത്തിക്കുന്നത് അന്നേരം വരുന്ന പാട്ടാണ്. ഇതെന്താ 2 വരുന്നത്? ഇതാ പാട്ട്, ഇതാ കേട്ടോ. നോക്കിയ വരുന്നു ഇതാ എന്റെ പാട്ട് കേട്ടോ. അത് എടുത്ത വാശ നോക്കിയ ടുൺടുട്ടാൻ ബാഗേജ് റീക്ലെയിമിന് ടുൺടുട്ടാൻ ബഗാസി ബലായി കെട്ടിപാൻ. അടുത്തേക്ക് പോകുന്ന പെർട്ടുകാരൻ ദലാം നഗരിയിലേക്ക് പോകാം നമുക്ക്. പിന്നെ അണ്ടർ ബങ്സയിലേക്കും പോകണം. പിന്നെ ടുൺടുട്ടാൻ ബഗാസി ബലായി കെട്ടിപാൻ. കുർച്ചാനി മർച്ചിബി എന്ന് പറഞ്ഞൊരു സ്ഥലം. നീ ഉണ്ടാക്കിയതാ? അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. നമ്മൾ എന്ത് പേര് പറഞ്ഞാലും ഇവിടെ അങ്ങനത്തെ ഒരു പേരിലെ സ്ഥലം ഉണ്ടാവും. ഈ ഒരു പേര് പറഞ്ഞ തണ്ടാബ, മിർക്കാലി കുർക്കി, ലിൽട്ടാസി, പിർഷാമി ചുടി, പ്ലക്കി ക്ലൂ, ബന്ദാരി ബുൾബി. ഞാൻ ഉണ്ടാക്കുന്നല്ല, ഞാൻ അടിയിടി ബോർഡ് നോക്കിട്ട് വായിച്ചിട്ട് പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഇമിഗ്രേഷനിൽ വെച്ചുള്ള വലിയ ക്യൂ ആണ്. ഒരു 1 മണിക്കൂർ എന്തായാലും ഇവിടെ പോകും. 2 ആൾ എടുക്കാം, ബാക്കി എല്ലാവർക്കും പുറത്തു പോവാം. പള്ളിയിൽ നേറ്റിയെടുത്തിട്ട് ചോറ് വാങ്ങാൻ വന്നതല്ല. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരാളും ഇവിടെ ഉണ്ടാവണം. എല്ലാവരും മുഖേന സ്കാൻ ചെയ്യും. ഇതെന്താ നീ ഇന്റർനാഷണൽ ഒന്നും പോകാത്ത പോലെ, ഇത് എന്തൊരു മൊണ്ണയാണ്. 2 ആൾ ഇവിടെ നിൽക്ക്, ഞാൻ പാത്രം എടുത്തിട്ട് ഇവിടെ എന്താണിത്, എന്തിനാ ചീരണി വാങ്ങാൻ വേണ്ടി വന്നതാ, പ്രസാദം വാങ്ങാൻ വേണ്ടിട്ട്. ബുദ്ധിയിലടങ്ങി പറയുമ്പോ പൊതുവേ പുതുങ്ങിയാണ്. എപ്പെങ്കിലും എന്തെങ്കിലും സംസാരിക്കും, പറയുമ്പോ ഒരു ഇവിടെ മസാജ് എല്ലാം ഇല്ലേ? തായ്ലാൻഡ് ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് ചോദിച്ചോടെ. കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഇവനക്ക് വാക്ക് തന്നതാണ്. ഡെയിലി ജിമ്മിന് പോകും, അതാക്കും. എന്നിട്ട് മധുരവും പഫ്സും കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം മറക്കും, അതൊന്നും ഒന്നിട്ട് കടക്കും. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇതില് ഒരു 14 ദിവസം കൊണ്ട് 2 ആഴ്ച ഞാൻ കറക്റ്റ് ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്ത് മധുരം മൊത്തം ഞാൻ ഒഴിവാക്കി. 2 ആഴ്ച കൊണ്ട് ഞാൻ മധുരം നിന്ന് ഒരു ഫംഗ്ഷനോ ഒരു ജ്യൂസ് കുടിക്കണോ 2 ആഴ്ച ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. അപ്പൊ നമ്മള് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പൊ നമ്മള് ഇന്ന് പോകാൻ പോകുന്ന നമ്മളെ വെഹിക്കിൾ, ഇതാണ് നമ്മൾ എടുത്ത മലേഷ്യയിലെ ഗ്യാങ് വണ്ടി. നമ്മളെ ഡ്രൈവർ ആയിട്ട് വന്നിട്ടുള്ളത് ചേട്ടാ പേരെന്നാ? കുമാർ ഫ്രം മലേഷ്യ. ഓക്കെ, എനിവേസ് ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ ഹോട്ടലിൽ പോയി ബാക്കി കാണാം. ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അപ്പൊ നമ്മള് റൂമിൽ പരിപാടിയെല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ വന്നിട്ടുള്ള ഗൈസ്. എല്ലാ പരിപാടി ഉണ്ട് ഇവിടെ. മലേഷ്യൻ ഫുഡ് ട്രൈ ചെയ്യുന്നോ? ഇവിടെ മലേഷ്യൻ ഫുഡ് ഇല്ല ജാസി. നീ ഒരു മലൈ മുഖനെന്ന് നമുക്ക് അറിയാം, പക്ഷെ നീ അങ്ങനെ നാട്ടിൽ പോയാലും ആ നാട്ടിലെ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. 2 ചിക്കൻ 3 മട്ടൻ ബിരിയാണി. ചേട്ടൻ എടുത്ത പൈസ ഒക്കെ എന്താ പറയാ? റിംഗറ്റ് തന്നെ പറയാം. 2 ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടല് തീരെ പോരാ. അപ്പൊ നമ്മൾ ഹോട്ടൽ ചേഞ്ച് ചെയ്തു, വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഒരു 5 സ്റ്റാർ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പൊ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. മമ്മൂന്റെ ആവേശം നോക്കിയാ. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് ഈസ് എ വെരി ബിസി ഹോട്ടൽ. കാരണം കുറെ ആൾക്കാർ വെയിറ്റിംഗിൽ ലോബിയിൽ അവിടെ ഇവിടെ ആയിട്ട് ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇത്രയും വെയിറ്റിംഗ് ഉണ്ടാവില്ല. എന്നാ ജാസി അല്ല, നമുക്ക് ഞാൻ 2 ദിവസത്തേക്ക് പറഞ്ഞിട്ടുള്ളൂ. 3 ദിവസം ആക്കണേ 3 ദിവസം ആക്കാം. 2 ദിവസത്തേക്ക് ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുള്ളത്. മോനെ ഇവിടെ ഒരു ദിവസം എത്ര പൈസ അറിയാം? എന്റെ പൊന്നുമോനിക്ക് മുഹമ്മദ് പറ, ഇവിടെ എത്ര ഉണ്ടാവും? ജസ് ഒരു ദിവസം 30,000 രൂപ. ഷമീർ പറ, ഇവിടെ എത്ര ഉണ്ടാവും ഒരു ദിവസം? 23,000 പെർ ഡേ. ജാസി ജസ് 54-55 എന്റെ സ്റ്റേക്ക് എത്ര പൈസ ഉണ്ടാവും? 10,000 ഇന്ത്യൻ മണിക്ക് ഇവിടെ ഒരു ദിവസം നിൽക്കാന്നാണ് റാമ്പ് പറയുന്നത്. നിന്റെ ഗസ് പെർ ഡേ. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ പറയുന്നില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം എത്രയാന്ന്. ഓക്കെ,
കാണിച്ചു തരാം. ശരി, അപ്പൊ നമുക്ക് എന്തായാലും 15 മിനിറ്റും കൂടി വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് റൂം കിട്ടും. അപ്പൊ അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. നീ അടുത്തേക്ക് പോകുന്ന ആ കാർ ഷൂട്ട് ചെയ്യാൻ മെക്ലാറിന്റെ അടുത്തേക്കല്ലേ? അടുത്തേക്ക് കേറ്റൂലെന്നാ പറയുന്നത്. പറഞ്ഞോ, ചോദിച്ചോ? നീ ഒന്ന് പോയി ചോദിക്കും. Okay, excuse me, can I see that vehicle McLaren? I don't touch that. I want to see that car. Okay, see okay. Okay. അപ്പോൾ ചങ്ങായി പറഞ്ഞതെന്ന് വെച്ചാൽ കാണാൻ കുഴപ്പമൊന്നുമില്ല, തൊടാൻ പറ്റൂല എന്നാ പറഞ്ഞിട്ടുള്ളത്. നീ അതെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, തൊടാൻ പറ്റൂല. വീഡിയോ എടുക്കാം. ആ ഉറപ്പാണോ? വീഡിയോന്റെ ഞാൻ ചോദിച്ചില്ല, തൊടാൻ പറ്റൂല, അത്ര മാത്രമേ ഉള്ളൂ. എടാ ഈ ഗോതമ്പ് സഞ്ചിയും കൊണ്ട് നീ ആ കാറും തൊട്ടേക്കല്ല. ഈ മില്ലിൽ അരി പിടിക്കാൻ പോകുന്ന ഇവനാരാ കൂട്ടീന്? സംഭവം കൊള്ളാല്ലേ? McLaren 720. ഇത് എന്റെ ഗസ് കറക്റ്റായി. എന്റെ ഉമ്മ തന്നെ അത് കണ്ടില്ല. ഞാൻ പറയുന്നത് അറിയാം, നമ്മൾ ഈ കാറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിരിക്കുന്നത് വേറെ ആരും അറിഞ്ഞാൽ തന്നെ നടക്കണം. മനസ്സിലാവും? ആരും അറിയരുത്. ശരിക്കും പറഞ്ഞാൽ നൈസായിട്ട് നമ്മള് നോക്കുക, നമ്മളെ അയവിറക്കുക. ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2 സീറ്റുള്ള കാറിനല്ല എന്തിനാ ഇത്രയും പൈസ ഇവർ വാങ്ങുന്നത്? അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 8 സീറ്റ് 7 സീറ്റിലുള്ള കാറിന് പൈസ കുറവ്, 2 സീറ്റുള്ള കാറിന് പൈസ കൂടുതൽ. ഇത് എന്തൊരു ന്യായാന്ന് ഈ കമ്പനി ചെയ്യുന്നത്? ശരിക്കും ഇത് മണ്ടത്തരല്ലേ? നീ അതെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ അടുള്ള ആൾക്കാരിൽ ഇങ്ങനെ നോക്കുന്നു, ഈ ദരിദ്രവാസികൾ വന്നിട്ട് ഈ കാറിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. എന്റെ ഒരു കവറുണ്ട്, അതായത് ഈ 2 ഈ പേഴ്സും മറ്റേ സഞ്ചി എടുത്തിട്ട് വന്ന മറ്റൊരു ഡ്രസ്സില്ലേ, രംഗണ്ണ ഡ്രസ്സ്. എടാ അവരുടെ ഒരു പുച്ഛത്തോടു കൂടി നമ്മളെ നോക്കുന്നടാ. അങ്ങനെയാണെടാ, നമ്മള് കോമാളികളാണ്. അണ്ടിൽ വി വിൻ, അതാ ഞാൻ പറയുന്നത്. വി ഷുഡ് വിൻ. ഷുഡ് ബൈ എ കാർ ലൈക്ക് ദിസ്. ബിനു അടിമാലി എന്താ ഇവിടെ? ബിനു അടിമാലി എന്ന് പറഞ്ഞാൽ നിന്റെ ഞാൻ തന്നെ കൊണ്ട് തെറി വിളിപ്പിക്കല്ലോ പ്ലീസ്. അല്ലടാ, അവരങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നീ ബിനു അടിമാലിയാണോ, ഇതെന്താ സ്റ്റാർ മാജിക് നിർത്തിയോ, അങ്ങനെല്ലാം ചിന്തിക്കുന്നുണ്ട് അവര് നോക്കിക്കുന്ന ആൾക്കാർ. എടാ ഒന്ന് പിടിച്ചേടാ, എന്റെ മൂട് വേടാ, ഒന്ന് പിടിച്ചേ മോനെ. തുണി സഞ്ചിയും പിടിച്ചിട്ടുള്ള ഇവൻ എന്ത് പെണ്ണ് കിട്ടാനാണ്? ഞാൻ ഇവിടുന്ന് 2 ഡാൻസ് കളിച്ച് ഇപ്പൊ 2 ഒമ്പളർ ഇവിടെ വരും. ഡാൻസ് കളിച്ചാൽ അത്രക്ക് ധൈര്യം ഇവനൊരു ഇന്റർനാഷണൽ കോമ്പാളി ഉണ്ടല്ലേ? അതാ ഇയാൾ ഇപ്പൊ അടിക്കും മോനെ, സെക്യൂരിറ്റി ഇപ്പൊ അടിയുള്ളൂ. ബാ പോവാ. ഓക്കെ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ മോനെ, നീ നേരത്തെ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് പറ്റിയില്ല. ശരി, പോയിട്ട് ഡാൻസ് കളിക്കും. ഭർത്താവിന് 2 കുട്ടികളുള്ള ഓളെ പോയിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസ് ചെയ്യണ്ട, നീ പോയിട്ട് ഡാൻസ് കളിക്കും. ഇവിടുന്നോ? നടുക്കുന്നു ഈ 5 സ്റ്റാർ ഹോട്ടലിൽ എന്റെ നടുക്ക് പോയിട്ട് ഫുള്ളാണ് മേലെ നീ കളിക്കണം. നീ അവിടെ നിന്ന് എന്തോ കോമാളിത്തരം കാണിച്ചെന്ന് വിചാരിച്ച എന്നാ പാടാ. വാ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. ഏത് നീ തിരി കൊടുത്ത പോലെ കളിക്കും. ഏത് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു. പിന്നീട് ഹോട്ടലിൽ ആരും പിടിച്ച് പുറത്താക്കിട്ട് എന്നെ പറയരുത്. ഞാൻ ഇന്നാടാൻ പോയി. എടാ ശരിക്കും നിങ്ങൾ എന്നെ ആക്കുന്നല്ലേ? ഞാൻ എന്തിനാ ഇതിൽ പൊട്ടനായിട്ട് ഞാൻ പോയിട്ട് കളിക്കുന്നേ? 5 മിനിറ്റ്. അതായത് 5 മിനിറ്റ്, നീ 2 സെക്കൻഡ് കളിച്ചില്ല. നീ ഓവറിനാക്കണ്ട. നമ്മള് ഒന്നല്ലേ? നമുക്കറിയില്ല നിന്നെ. ഞാൻ നീ 12 വർഷം നീ മാറിയ അങ്ങോട്ടേക്ക് പോ. നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഇത് റൂമല്ലട, ഇത് ലിഫ്റ്റഡാ. ലോട്ടെ 17ാമത്തെ നിലയിലാണ് നമ്മളെ റൂം. 17 എത്തിയില്ലേ? കാണിക്കും 17 കാണിക്കും. ലെറ്റ്സ് എങ്ങനെ ഉണ്ട് റൂം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അവിടെ വ്യൂ ഓക്കെ. എന്റെ മോനെ അപ്പുറത്ത് അടുത്ത് നോക്കാം. എന്റെ മോനെ, ആ പൂള് നമുക്കുള്ളതാ? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് വേറെ ബിൽഡിംഗ് ആണ്. നമ്മളെ പൂള് എവിടെയാ? These are the kind of moments we are living for. ഇങ്ങനെയുള്ള മൊമെന്റ്സിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാവും? This is good. This is motivation for hard work. സിറ്റിംഗ് അല്ലേ അവിടെ? എല്ലായിടത്തും വ്യൂ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും വ്യൂവാ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ റൂം. ഇനി പോയി കടന്ന് ഉറങ്ങട്ടെ, ടയേർഡായിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ ബാക്കി ഉറങ്ങി എണീച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ നമ്മള് ഫ്രഷ് ആയി ഉറങ്ങി എണീച്ചു, എല്ലാം സെറ്റായി. അപ്പൊ ഇന്ന് മുതൽ നമ്മള് മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ഡേ 1 അറ്റ് മലേഷ്യ. എടാ ഞാൻ രാത്രി കുറെ നോക്കി, കുറെ സെറ്റപ്പ് ആക്കാൻ ഞാൻ നോക്കി, ടിവിയിലേക്കെല്ലാം കണക്ട് ചെയ്തിട്ട്, പക്ഷെ നടന്നില്ല. ചിലപ്പോൾ ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ ആയിട്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 3 ദിവസത്തേക്ക് ഈ റൂം നീട്ടിയിട്ടുണ്ട്.
അപ്പൊ എന്തായാലും നമുക്ക് മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. റെഡി അല്ലേ മമ്മോ? പോയാലോ? വാ റാംബോ, ലെറ്റ്സ് ഗോ. കം മമ്മത് ഭയങ്കര ഓവർ. വാ 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 മുനുവന്തി. ഞാൻ ലൈവിൽ നിങ്ങളോട് പല പ്രാവശ്യം നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പൊ ബ്ലോഗിൽ കയ്യോടെ നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ഇത് എന്നൊക്കെ അറിയില്ല. എന്തിനാ ഇങ്ങനെ വെറുപ്പ് വാങ്ങി തരുന്നത്? നീ എനിക്ക് ശരിക്കും ആരും എന്നെ വെറുക്കുന്നില്ല. നീ ഇങ്ങനെ പറഞ്ഞ അവരെ കൊണ്ട് വെറുപ്പിക്കാം. ആരാന്ന് ഡബ്ല്യു ഔട്ട്ഫിറ്റ് പറ, ചാറ്റ് പറ കമന്റ്സിൽ പറ ആരാന്ന് ഡബ്ല്യു ഔട്ട്ഫിറ്റ്. അപ്പൊ നമ്മള് മലേഷ്യ അറ്റ് ഡേ 1. ഇന്ദ്രൻ ഭായ് ഹൗ ആർ യു? ശരത്ത നീയാന്ന് ആളെന്ന അയാള് പറയുന്നത് കേട്ടല്ലോ. நீ என்ன சொன்ன என்கிட்ட 8:30 மணிக்கு போன் அடிச்சா நான் என்ன சொன்னேன் 9:30 மணிக்கு வந்துருவேன்னு சொன்னேன். வந்துன்னா வாங்கலாம். 9:30 மணிக்கு இப்ப மணி 10:30 ஆச்சு. நீ என்ன செய்யறதுன்னா 10:30 மணிக்கு வரணும்னா நீ வந்துட்டு எனக்கு கால் பண்ணு, நான் வருவேன். ப்ரோ சே சாரி ப்ரோ, சே சாரி. This guy coming. Say sorry bro. This guy coming. How many time is must come to என்ன ஏசிட்டு போறான். ഇതെല്ലാം റാമോന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ റാമോ സോറി പറഞ്ഞു. വീട്ടില്ലയ്യാ 8 മണി തൊട്ട് എല്ലാം എല്ലാരും ഞാൻ വിളിക്കണം. 8 മണി തൊട്ട് ഞാൻ വിളിക്കണം. തൽക്കാലം ഇയാളെ തണുപ്പിച്ച് നോക്ക്. സോറി പറ. ഓക്കെ അപ്പൊ നമ്മള് ആദ്യത്തെ സ്പോട്ടായ നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ കാണാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഭയങ്കര ഇതാട്ടാ, നല്ല രസമുണ്ട് കാണാൻ. അതൊരു ബാങ്കാണ് കാണുന്നത്. എങ്ങനെ എന്തോ ഒരു ഷേപ്പ് ഉണ്ടോ? അത് ബാങ്ക്. അത് സൂം ചെയ്യാൻ പറ്റില്ലല്ലോ. നാഷണൽ മോസ്ക് ഇവിടെ അറ്റ് എ ടൈം 15,000 പേർക്ക് ഒരുമിച്ച് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പറ്റും. എക്സ്ക്യൂസ് മീ, all of us clothes. Okay, you all okay. Okay. This one size have 5XL ചോദിക്ക്. 5XL ഉണ്ടോന്ന് നോക്കിയാ. no, he want bigger. Okay, handsome. handsome he's handsome. മലേഷ്യ അല്ല അങ്ങനെ ഒരു ബിൽഡ് ചെയ്തേക്കണത്. അതുകൊണ്ടൊന്നുമില്ല. അത് എന്തോ നിങ്ങളുടെ ഈ ആചാരത്തിന്റെ എന്തോ ഒരു ഇതായിട്ട് ഇവര് ചെയ്ത ഒരു സാധനമാണ്. ഈ ഇത് കണ്ടില്ലേ 16 അപ്പൊ അതാണ് സംഭവം. ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പം അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിന്റെ സ്ഥലത്തിന് വരുന്ന എന്താ മോണിമേ ഇവരെ കാണുമ്പോ ഒരു മംഗോളിയൻ ലുക്ക് തന്നെ അല്ലെ. കുര്യാക്കോസ് പറയുന്ന പോലെ. ജാസി ഉണ്ട്. ഉണ്ടോക്ക് മഗ്നാട്ട ജാസി, പഹൽവാൻ യങ്കുഗോർ, അതാ അയാളെ പേര്. മുനിപ്ലേസ് ആട്ടാ. ഷമീർ എന്താക്കുന്ന ഒഴിവാക്കി. ഷമീറെ താറ്റി ഒഴിവാക്കി. അയ്യേ ഷമീർ അടി കൊടുക്കാൻ. ഈ ആഫ്രിക്കക്കാർക്ക് പോലും എന്നെ വേണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഊട്ടിയൊന്നും ഇനിയിപ്പൊ അങ്ങനൊന്നും പറയണ്ട. നീ എന്തായാലും നാറി. ഇനി ഇവിടെ വന്നിട്ട് അങ്ങനെ പറഞ്ഞൊന്നും മറച്ചു പിടിക്കണ്ട ഷമീറെ. അപ്പൊ നമ്മള് ഇതെല്ലാം കഴിഞ്ഞു. അല്ല, അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടായ കോലാലംപൂർ ടവറിലേക്ക് വന്നിട്ടുള്ള. ഓയ് എന്റെ മോനെ വ്യൂ കൊള്ളാലേ. എന്റെ മോനെ മൊത്തം മലേഷ്യ ഇവിടെ ഉണ്ടല്ലോ. എന്റെ മോനെ എന്റെ മോനെ നമ്മള് വീട് കേട്ടാ. ഷമീർ അങ്ങനെ ചെയ്യല്ലേ. എല്ലാരും എനിവേസ് അപ്പൊ ഗൈസ് നമ്മളിതാ ഇവിടെ നമ്മളൊരു അക്വേറിയം കാണാൻ വന്നിട്ടുള്ളത്. കരിമീനും ഇതെല്ലാം ഉണ്ട്. അതെന്താ അറിയോ? അത് സംഭവം ഷമീറിന്റെ CA സർട്ടിഫിക്കറ്റ് കാത്ത് ഉറങ്ങിപ്പോയ മരിക്കുന്നവരെ സാധനം. അത് നല്ലല്ല. ഇവര് പ്രത്യേകം ഇവര് ദിവസത്തില് കുറേ സമയം ഉറങ്ങും. അതായത് 4 മണിക്കൂർ മാത്രമേ ആക്റ്റീവ്. ഇതിന്റെ പേര് മീർക്കാറ്റ് എന്നാ. അടുത്ത് പാമ്പല്ല. എന്താണ് ഈ ഫിഷിന് എന്തോ പേരുണ്ട്. എഴുതിയിട്ടുണ്ട് ശുക്കൂർ ഫിഷ്. ശുക്കൂർ അല്ല, സക്കർ ഫിഷ്. ഇത് നോക്ക്, ഇത് നല്ല രസമല്ലേ. ഇത് പിരാന തന്നെയാ. ആരാപ്പേമ അത് കടിക്കുന്ന സാധനമാണ്. വാ എടാ, ഞാനത് മരത്തിനുള്ളിലാണത്. ഇത് നല്ലൊരു ഡിസൈനറാ. ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. കമോൺ. ഡേ 1 അറ്റ് മലേഷ്യ നമ്മൾ കഴിഞ്ഞു. അപ്പൊ നമ്മളിവിടെ കുറച്ച് മലയാളി സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. വളരെ കുറവായിട്ട് ഇന്നലത്തെ ഒരു ദിവസം മൊത്തം നമ്മൾ തപ്പിയിട്ട് 1-2 മലയാളീസിനെ കിട്ടി. പക്ഷെ ഇന്ന് 2, 3, 4, 5 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ഇവരെന്താക്കുന്ന
മമ്മു അല്ലല്ല പോലെ പോലെ എന്ത് No, I'm not pretty. വന്നാ വാ വാ. അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് മലയാളീസിനെ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരിലായിട്ട് കമ്പനിയായി. മലേഷ്യയിൽ നമുക്ക് ഇനി 2 ദിവസം കൂടി ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ലാസ്റ്റ് ഡേ ആയിട്ട് മലേഷ്യ അല്ല, ലാസ്റ്റ് ഡേ അല്ല, ഇന്നും കൂടി നമ്മൾ കറക്കമുള്ളൂ. നാളെ നമ്മൾ പോകുന്നതാണ്. പിന്നെ റാംബോക്ക് പനിയാണ്. അപ്പൊ റാംബോ ഇന്ന് വരൂല നമ്മളെ കൂടെ. രാത്രി ആർമാദിച്ചിട്ടാണ് ഈ പനി വന്നത്. ടുഡേ ദ ലാസ്റ്റ് ഡേ ഓഫ് മലേഷ്യ. പക്ഷെ റാംബോക്ക് പനിയായി പോയി. ഫ്രൂട്ട്സും ഇതൊക്കെ ഗുളിക കുടിക്കണം. അപ്പൊ നമ്മളെല്ലാരും പോകുന്നു. ബൈ. ടുഡേ വി ആർ റൈറ്റ് ഓൺ ടൈം, റൈറ്റ്? നോ ലേറ്റ്, കറക്റ്റ് ടൈം. നോ സോങ് എപ്പടെ இருக்கு? நான் தான் அது. எப்படி இருக்கு? ஓகே ஓகே நல்லா இருக்கு. எல்லாம் பிட்டி 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 നല്ല പിടിച്ചാ. അപ്പൊ അടുത്ത സ്പോട്ട് ബത്തു കേവ്. ഇതാണ് ബത്തു കേവ്. ഇതെന്തോ അമ്പലവും കേവും ഒരുമിച്ചുള്ള എന്തോ പരിപാടിയാണ്. കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മുന്നാണ് ഇനി നമ്മളെ കൊണ്ടുപോകേണ്ടത്. എന്താ ഒരു സന്തോഷമില്ലാത്ത? ഓന് പനിച്ചടക്കുന്നുണ്ടോ? ഈ 200 സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട ആലോചിക്കുമ്പോൾ നമ്മള് ഇത് ആൾക്കാർ നമ്മളെങ്ങനെ കാണുന്ന അറിയോ? ഇവന്മാർ മാസാൻ വേണ്ടിട്ട് ഒരു 5 എണ്ണം കറുപ്പും കറുപ്പിൽ എന്തെല്ലോ കുത്തും വരലും ഇറങ്ങിയ പോലെ നമ്മളൊരു ടീമാന്ന് അറിയിക്കാൻ വേണ്ടി ഹായ്. അതെന്തിന് എന്തൊരു അവസ്ഥയാണ്. അടിയത് മഴയാന്നേ, പെട്ടെന്ന് കയറി ഇറങ്ങാവാ. ഹിന്ദു ദൈവം, ഇത് ഹിന്ദു ദൈവാ. നീ എവിടെ അതാ പറയാനാ? നല്ല കോമഡി, നല്ല കോമഡി. ഈ ക്ലൈമറ്റിൽ തന്നെ നമ്മൾ കയറേണ്ടത് ശരിക്കും പറഞ്ഞാൽ. എന്തൊരു പണ്ടത്തെ സ്കൂളിൽ പോയതല്ലോ ഓർമ്മയായിരുന്നു. നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടോ പണ്ട്? പണ്ടേ മടിയും തന്നെ അല്ലേ? കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ മാത്രമായിട്ടാ നീ പോക്ക്? ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കും ചെയ്യുന്നുണ്ട്. നമ്മളെന്തോ ഇതുപോലെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പരങ്ങനെ എടുക്കുന്ന പോലെ. ഇതുവരെ കയറ്റി ഇറങ്ങിയാ പോരെ? വ്യൂ നോക്കാം. ഞാൻ കഴിയട്ടെ, ഒരു 5 മിനിറ്റ് ഇരിക്കാം. വള്ളാനാടാ കുഴപ്പമില്ല. ഇതാകെ നമ്മള് 10 ഇല്ല സ്ട്രോങ്. ഓ മുകളിൽ കയറി അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. മമ്മൂടെ മമ്മൂക്ക് ആരും പിടിച്ചിട്ട് പോയാ? അതാ കുരങ്ങന്മാർക്കും കൂട്ടത്തിലുള്ള ആളെ പോലെ ഉണ്ടല്ലേ? മനസ്സിലാവില്ല. ഹലോ, മുകളിലേക്ക് നോക്കാണ്ട് കയറിയാൽ മതി. നോക്കി കയറിയാ നല്ലത്. പാടങ്ങൾ എടുക്കാൻ പറ്റും. അതായത് ഇത് ജീവിതമായിട്ട് കാണുക. മനസ്സിലായോ ഷമീറ? ഈ നമ്മളിപ്പോൾ കയറുന്ന സ്റ്റെപ്പുകളില്ലേ, ഇപ്പം നമ്മളെത്ര 150 സ്റ്റെപ്പ് കയറിയില്ലേ? ഇനി ബാക്കി കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ ജീവിതമായിട്ട് ഇത് കാണുക. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരിക്കലും താഴേക്ക് നോക്കി നടക്കരുത്. മുകളിലേക്ക് നോക്കാം. നമ്മളെത്ര മുകളിലേക്ക് എത്തി, നമ്മളെത്ര ദൂരം എത്തിയെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് പിന്നെയും കയറാനുള്ള എനർജി ആയിരുന്നു കിട്ടും. അത് ശരിയാ. അപ്പോൾ തളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തളരുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കണം. നല്ലോണം തളരുമ്പോൾ താഴേക്ക് നോക്കണം. നമ്മൾ എത്ര ദൂരത്തു നിന്നാ വന്നേന്ന് നോക്ക്. നീ ഇപ്പൊ പറഞ്ഞ ഭയങ്കര വേർഡ്സ് ആട്ടാ. ശരിക്കും കാര്യം സംഭവം നീ അറിയാണ്ട് പറഞ്ഞോ. ഇതാ പക്ഷെ നല്ലുണ്ട്. ഏയ് കള്ള ഷുക്കൂറേ വേണ്ട. ഇനി അതിനൊന്നും തിന്നാൻ കിട്ടാത്തരോ നമ്മളിതാക്കും. മമ്മൂനൊന്നും ചെയ്യില്ല, കാരണം സ്വന്തം വർഗത്തിലായിക്കൊണ്ട്. വാ നമുക്ക് പോവാ. ഉണ്ട് ഇതെന്താ കേവോ? എന്താ മോനെ എടിത്ത് മറ്റേ മഞ്ഞുമ്മൽ ബോയ്സിലെല്ലാം പോലത്തെ ഇതല്ലേ? അതിനേക്കാൾ എത്രയോ വലുതാണോ പൊട്ടത്? പുണ്ണക്കേവല്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ തിരിച്ചെടുത്ത ഷമീറ. ഇതിനെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഭയങ്കര പാടാണ്. അയ്യോ എന്തോനോ എന്തോന്ന് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നല്ലതന്നെ. മുനെന്ന് പറഞ്ഞൊരു പുച്ചിഷ്ടം. എന്താ ഒരു സാധനം ഉണ്ടല്ലോ പുച്ഛം. അതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പോസ് ഉണ്ടല്ലോ ഐക്കോണിക്. ഇത് അങ്ങനല്ല ഒരു സാധനം. നീ എന്താ പ്രവർത്തിക്കുന്ന? 2030 2030 ആയില്ലേ? മമ്മ എന്താ പ്രവർത്തിക്കുന്ന? എന്താ ഇത്രയും പെട്ടെന്നൊരു കല്യാണം കഴിക്കാം? ഒന്നുമല്ല, മമ്മ തിന്നുന്ന എന്തെങ്കിലും ആയിരിക്കും. കല്യാണം കഴിക്കണം പോലും മമ്മ. വാ പോവാ. ഇതെന്താ ഡ്രൈവർ ഈ പാട്ട് കേൾക്കുന്നേ? ഡ്രൈവറല്ല, ഇന്ദ്രണ്ണ വിട്ടുപിടിയപ്പ എങ്ങനെ സോങ്? ബൈക്ക് സോങ്. ഓക്കേ, അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. കേബിൾ കാർ സ്കാൻ ചെയ്തോ, പെട്ടെന്ന് സ്കാൻ ചെയ്തോ. സ്കാനിങ് ഇവിടെ തന്നെയാ നേരത്തെ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത്.
ഇത് പൊട്ടിട്ടാണ്ട് പോളി. അയ്യോ അയ്യോ പുറത്തെടുക്ക് ജാസി. നമ്മുടെ ആകാശം തെറ്റിയേ. അടിയിൽ ഗ്ലാസ് വേണം എന്നാലേ ഒരു പേടി വരൂലേ. ആണോ? അടിയിൽ ഗ്ലാസ് നിന്റെ മുഖം എന്താടാ ഇങ്ങനെ? എനിക്ക് വല്ല സർജറി ചെയ്ത് വിടണം. ട്രാൻസ് അല്ലേ ശരിക്കും? ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു സർജറി ചെയ്യും. കാരണം ലേഡി ബോയ്സ് ഒക്കെ ഇവിടെയൊന്നും ഇറങ്ങിയിട്ട് ടെമ്പിള് കാണണ്ടേ? ഇവിടെ ഇറങ്ങാൻ താഴ്ത്താ ടെമ്പിളാ ഗൈസ്. അപ്പം ഇതാണ് എന്തോ ഒരു ടെമ്പിള്, എനിക്കറിയില്ല. നമ്മൾ കേബിൾ കാർ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഇനിയും കേബിൾ കാർ മുകളിലേക്ക് പോകാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ടെമ്പിളിൽ നിർത്തിയിട്ടുള്ളത് എന്തോ ഇതിന്റെ പേരുണ്ട്, ഞാൻ മറന്നുപോയി. എന്താ നീ തിന്നാൻ പോകുന്നത്? ഓക്കെ മമ്മു, നീ ഇല്ലേ ഞാൻ പറയുന്ന സാധനം തന്നു. വാട്ട് ഈസ് ദിസ്? ഇതൊന്നും മഷ്റൂം അല്ല, മേജിക് മഷ്റൂം എന്നാ ഭയങ്കര ഡേഞ്ചറാന്ന് പറയുന്നുണ്ട്. ഞാൻ വേണേ ഇത് തിന്നാ. ചിക്കൻ നമ്മളെ സാധാ Tom yum. Tom yum. Make it tom yum. What's tom yum? Tom yum is like a Thailand food. Malaysia food is good. He likes Malaysia food. He is a Malaysian. How can He looks like Malaysian, right? എനിക്കിത് കാണുമ്പോൾ തന്നെ എന്തല്ലോ ഒരാൾ പിടിച്ചു കൊടുക്കും. കാടി ഇരിക്കാം. നീ പിടിക്കേ. ഇവിടെ വേണേ ഇരിക്കാട്ടാ. നല്ല കൊള്ളി പിടിച്ചിട്ട് എടുക്കണം, മനസ്സിലായി? കൊള്ളി പിടിക്കും, കൊള്ളി പിടിക്കും, ഇങ്ങനെ പിടിക്കും. ആ എന്നിട്ട് ഈ അറ്റത്തുള്ളത് അതൊക്കെ വേണ്ട പോലെ തരുമ്പോ തന്നെ സാധാരണ ഇഷ്ടപ്പെട്ട ഫുഡ് അത് മുനുവിനോട് ജാസി ഒന്നാൻ പോയാ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തിന്ന് പഠിക്കണം. സത്യം കുടുങ്ങി പോയാല് ഫുഡിലെങ്കിലും എന്ത് ചെയ്യും? ശരിയാ. ഓ മുന്നേ ട്രൈ ചെയ്യണോ? എടാ കേബിൾ കാറിന് സമയം. വാ എന്റെ തീറ്റ. ഇത് മൂന്നും ഒരാളാ. ഇത് ബുദ്ധനല്ലേ? ബുദ്ധൻ ശ്രീ ബുദ്ധൻ. മൂപ്പർ ചൈനയിൽ വന്നിന്. ചൈന എന്നല്ല പോകുന്ന ബുദ്ധൻ. ഇന്ത്യയിലല്ലേ മെയിനായിട്ട്? നേപ്പാൾ ഇന്ത്യയിലല്ലേ? ഇത് നാട്ടിലെ പോലെ അല്ല. ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തമുണ്ട്, ഇങ്ങനെ പിടിച്ച് നടക്കണം. 2-3 ഒരുമിച്ച് കത്തിക്കണം. വേറെ കത്തിക്കും. ഞാൻ കത്തിക്കുന്നതിന്റെ ഇടക്ക് വന്നിട്ട് എന്താക്കുന്നു? ഇതൊന്നും ബുദ്ധനെ ഇഷ്ടപ്പെടില്ല. ഇത് നമ്മള് മണ്ടന്മാരാന്ന് തോന്നുന്നു അല്ലേ? അല്ല ഇത് കെട്ടുവല്ലേ? One is already used. Other is one. We can go up and down. എങ്ങനെ ഇത്രയും വിദ്യാഭ്യാസം? 6000 ഫീറ്റ്. കുട്ടികളുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എവിടെ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മരിക്കും. പിന്നെ കുട്ടികളെ ഇത് വലിയൊരു കുന്നാണ്. ഇതിങ്ങനെ ഉരുണ്ട് പോകണം. മഴയായിക്കൊണ്ടൊന്നും കാണാൻ സത്യം ഫോഗ് പിടിച്ച് ഇതില് കിട്ടുന്നില്ല. നമ്മള് കാണുന്ന പോലെ ഇതിൽ കിട്ടുന്നില്ല. ടവറിന്റെ മുകളിൽ കയറി കേട്ടാ. നമ്മളിപ്പോ ഒരു സ്കൈ കസീനോ എന്ന് പറഞ്ഞൊരു കസീനോയിൽ വന്നിട്ടുള്ള ഒരു ഗാംബ്ലിംഗ് സ്റ്റേഷൻ. അതായത് ഇതിന്റെ ഉള്ളിലെ ക്യാമറ അലൗഡ് അല്ല. എങ്ങനെയും തോക്കെല്ലാം പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഉള്ളിൽ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജയിലിന്റെ ഉള്ളിൽ പോകും. നമ്മൾ ഉള്ളിൽ ഇപ്പൊ ഒരു അരമണിക്കൂറോളം ചെലവഴിച്ച് എന്താ വന്ന് ജമീറ 500 മെഷീൻസ്, ഗാംബ്ലിംഗ് മെഷീൻസ്, ഗാംബ്ലിംഗ് സെന്റേഴ്സ്, ഇങ്ങനെ മത്സരം നടക്കുന്നു, ഇത് നടക്കുന്നു. എന്റെ മോനെ എല്ലാം വയസ്സായ ആൾക്കാരാണ്. വയസ്സായ ആൾക്കാർ അവിടെ പോയിട്ട് 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം എല്ലാം വിട്ട് ബെറ്റ് ചെയ്യുന്ന മോനെ. എനിക്ക് മുതലായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അല്ലെങ്കിൽ കാണിച്ചു തരാനും മോനെ സീൻ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മളെ പൈസനെ കുറിച്ചുള്ള നമ്മളെ പെർസ്പെക്റ്റീവേ മാറിയല്ല. ഏത് പിച്ചക്കാരനും 5 മിനിറ്റ് കൊണ്ട് പൈസക്കാരനാകാം. ഏത് വല്ല പൈസക്കാരനും 5 മിനിറ്റ് കൊണ്ട് പിച്ചക്കാരനോട് ഇതെല്ലാം കാണുമ്പോ പൈസ ഇട്ടോ ആൾക്കാർ. നമ്മളിതൊന്നും ചെയ്യല്ലേ, ഇതെല്ലാം ഇല്ലീഗലാണ്. നമ്മൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യല്ല. ഇത് മനസ്സൊന്നും ഒരിക്കലും ആവില്ല കേട്ടോ. ഇത് കാര്യം പറയാലോ. ഇനിയിപ്പോ അവിടെ പോകണ്ട. മൊത്തത്തിൽ ഇതായി ഇതിന്റെ റൂമിലേക്ക് വന്നു. സൂപ്പർ മാർക്കറ്റിൽ വന്നേ. ഷോപ്പിങ്ങിനെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തെ ഒരു സംഭവം പിടിയിട്ട പുള്ളികളെ പോലെ. അതായത് ഇവിടുത്തെ ടിവിയിലല്ലേ ഇത് കാണിക്കുന്നത്. ടാക്സി വാടാ.
ടാക്സി ടാക്സി ഷമീർ Yeah, mira. ओ उसका है छोड़ो हम चलो फादर मदर मेरे को पूछू क्या नहीं पूछो नहीं पूछो ടാക്സി പോന്നാ ഓള് കെട്ടിത്തരുന്ന നീ ബാക്കിന്ന് മുതലാക്കിയത് നീ എന്താ കാണിക്കുന്ന ഷമീറ ഷമീറ വാ കണ്ടാ ഇവ കൈ പിടിച്ചേക്കെന്താ No. No, come. ഓക്കെ ഒരു മിനിറ്റ് എന്നെ വിടുന്നില്ല മറ്റേ ഇയാള് മുട്ടത്തി നിന്നിട്ട് മുകളിലേക്ക് നോക്കിട്ട് ആ സാരല്ല ഇന്നാണ് എനിക്ക് മുതലായത് കേട്ടാ ഇന്നാണ് എനിക്ക് മുതലായത് കാര്യല്ലേ എടാ എന്നോട് ഇറക്കി വിടറാ ഒന്ന് എന്റെ മോനെ എടാ എന്താ സംഭവം ഞാൻ ഓളെ നോക്കി ഫസ്റ്റ് ചിരിച്ച് എന്നിട്ട് ഓലെ അതിലോട്ട് പോയി ഞാൻ പോയിട്ട് സോറി പറയാൻ വേണ്ടി പോയതാ എന്തോ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ ഓള് എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ ഞാൻ അതിന്റെ സോറി പറയാൻ വേണ്ടി പോയതാ ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു പക്ഷെ അല്ല ഓളെന്നെ ഇത് ഭയങ്കര ഇതടാ എന്തോ ഇത് പിന്നെ ഓള് പിടിച്ചാണ് ഫീല് അടിപൊളിയല്ലേ ഞാൻ വിചാരിച്ചൊന്നും വെറുതെ ആയിട്ടില്ല അങ്ങനെ നമ്മളെ ഷമീറിന്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു നാളെ നോക്കിയ ഒരു ഉമ്മ കിട്ടിയിരുന്നെങ്കിൽ നൈസായിരുന്നെ നീ എന്തിനാ എന്നെ അടുത്ത് കൊണ്ടുപോയത് നിന്നെ എന്താ അവിടെ ചെയ്യണ്ട ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു വരുന്ന പിന്നെ ഞാൻ ഇവിടെ അങ്ങ് ജീവിക്കൂല ഓളപ്പരം ഞാൻ ഓളെ ഇവിടെ അങ്ങ് ജീവിക്കും എന്തിനാ യൂട്യൂബും ഇതല്ലോ ഞാൻ ഇവിടെ മലേഷ്യയിൽ ഓളെ കൂടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചോളുമായിരുന്നു പക്ഷെ കുറച്ച് പ്രായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഏത് ശരത്തിന് വെറുപ്പല്ലോ ഓള് മറ്റേ ഇതെടുത്ത് കുത്താൻ നോക്കിയില്ലേ മറ്റേ എന്താ കൊടന്റെ മറ്റേ കമ്പി എടുത്ത് കുത്താൻ നോക്കി പോടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ 4 ദിവസത്തെ മലേഷ്യൻ ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. നമ്മൾ മലേഷ്യനോട് വിട പറയാൻ പോകുന്നു. ബൈ ബൈ മലേഷ്യ. എന്തായാലും നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് ഇത് എടുത്തേക്കായി പോണ്ടേ അവിടെ വരാപ്പുഴ നമ്മളെ വരാപ്പുഴ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകാൻ കുര്യാക്കോസും മെൽവിയാലുള്ള നാട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ. ഞാൻ കാര്യം പറ്റേ വരാപ്പുഴ എന്ന് പറഞ്ഞാൽ കുറച്ച് പുരോഗതികളെല്ലാം കുറവാണെങ്കിലും സ്നേഹമുള്ള ആൾക്കാരുടെ നാട്ടാണ്. കുര്യാക്കോസും മെൽവിനും അവിടെ നമ്മള് ആ ബീഫ് ഉണ്ടാക്കലും നല്ല നെയ്ച്ചോറും പിന്നെ അല്ല നമ്മള് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് കയറാൻ ചോദിച്ചു. ഇതാണ് ചൈന ടൗൺ. അപ്പൊ ചൈന എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും. ഇതെന്താ ഇതേടെ കണ്ടിട്ടുണ്ടോ? ഒറിജിനലാന്ന് പറഞ്ഞാലേ ഒറിജിനലാന്ന് കള്ളൻ
എന്തോ ഇതിനെത്ര നീ പറഞ്ഞത്? ഇതിനെത്ര പറഞ്ഞത്? ഇതിന് മൂന്നിന്റെ കള്ളത്തരം പിടിച്ച് 1.5 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ഈ സാധനം നീ എടുത്താ 2.5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാന്ന്. ഈ 200 റിങ്കിറ്റിന്റെ സാധനമാണ് ഇവന് ഉപയോഗിക്കുന്നത്. കാര്യം കളറാണ്. ഓക്കെ, അപ്പൊ നമ്മളെ 4 ദിവസത്തെ മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോയായിരുന്നു. നമ്മളെ MRG ഗ്യാങ്ങിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു. ബിഗ് ഷൗട്ട് ഔട്ട് ടു വണ്ടർലെക്സ്. വണ്ടർലെക്സ് ആണ് നമ്മളെ മൊത്തം കാര്യങ്ങൾ നോക്കിയത്. 16 ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോയി. 4 ദിവസത്തെ പാക്കേജ് ആയിരുന്നു എടുത്തത്. വണ്ടർലെക്സിന്റെ അടിപൊളി പാക്കേജ് ആയിരുന്നു. സ്റ്റേ എല്ലാം മൊത്തം കിഡിലേനും 5 സ്റ്റാർ ഹോട്ടൽ, 70ാമത്തെ നിലയിൽ ഇൻഫിനിറ്റി പൂള്, ടെറസിന്റെ മുകളിൽ പൂളെല്ലാം ആയിട്ടുള്ള സെറ്റപ്പ് പരിപാടി ആയിരുന്നു. ഒരു ഹോൾസം ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം സീ യു ഗൈസ് ഓൺ അനദർ ട്രിപ്പ് ഗൈസ്. അപ്പം കുറെ കടമ്പകൾ കടന്നു നമ്മൾ കൊച്ചിയിലേക്കുള്ള നമ്മളെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. പക്ഷെ എന്തോ ഭയത്തിന് ജാസിക്ക് മാത്രം കിട്ടി. ജാസിന്റെ ടിക്കറ്റ് മാത്രം അവിടെ. ജാസി ഇത് വഴിയും നമ്മൾ അതുവഴിയാണ് പോകേണ്ടത്. ഡിഫറെന്റ് ഫ്ലൈറ്റ്, ഡിഫറെന്റ് സോൺ, ഡിഫറെന്റ് ഏരിയ. അപ്പൊ അല്ല ഇവൻ കൊച്ചിയിലേക്കും നമ്മൾ ട്രിവാൻഡ്രത്തേക്കുവാ. എന്നിട്ട് നമ്മളിനി ട്രിവാൻഡ്രത്ത് ഇറങ്ങി വേറൊരു ഫ്ലൈറ്റ് കയറി കൊച്ചിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ട്രെയിൻ കയറി കൊച്ചിയിലേക്ക് പോകണം. വീട്ടിലേക്ക് എത്തും, നാളെ എത്തും. നമ്മളെ ഫ്ലൈറ്റില്ലേ 6 മണിക്കൂർ ഡിലേ. അങ്ങനെയുണ്ട്. ഇവൻ ഇപ്പൊ കയറി പോവാ. ജാസിന്റെ ഒരു യോഗ. ഞാൻ എയർപോർട്ടിൽ വരുന്നു, കാലുകുത്തുന്നു, നടക്കുന്നു. അപ്പൊ എന്തായാലും പോയിട്ട് അതിന്റെ കുറെ കൊണയൊന്നും നമുക്ക് കേൾക്കണ്ട. ഒരു കൈ തന്നിട്ട് പോയിക്കോ. ഓക്കെ ബൈ. ഇങ്ങനെ കയ്യേറില്ല. ഇതെന്താ ജാസിനെ നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ക്യാമറയിലോട്ടാ വരണ നോക്കി പോണം. പോവോ ആദ്യമല്ലോ ഒറ്റക്ക് പോന്ന്. എടാ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് നീ നേരെ പോയി L1 കണ്ടുപിടിക്കുക. L1 കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഹോം എന്നാറ്റാക്കിയാൽ മതി. ജസ്റ്റ് സെക്യൂരിറ്റി ചെക്കപ്പിൽ പോയിട്ട് കാണിക്കുക L1. അത് മാത്രം ചിന്തിച്ചാൽ വാട്സപ്പ് കോൾ വിളിക്കും. വാട്സപ്പ് കോളാ വൈഫൈ ഓൺ ആക്കി വെച്ചോ. എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഓക്കെ, ഇതെന്താ 20 റിങ്കറ്റ് പറഞ്ഞാൽ ആകെ 500 റുപ്യ ആവുന്നുള്ളൂ. പൈസ തന്നോണ്ടിന് ഒരു കെട്ടിപ്പിടുത്തൊക്കെ. ഓക്കെ ബൈ, സീ യു.